ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന ഒരു വ്യക്തിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഉറക്കമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 1 മാസമോ 2 മാസമോ മറ്റോ ആയി ഉറക്കില്ല, തീരെ ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം നാട്ടിൽ വന്നതാണ്. ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാട്ടിൽ വന്നു. ഡോക്ടറെ കണ്ടു, അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടു. അങ്ങനെ പല രീതിയിലുള്ള ആക്ഷൻസിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത്, ഈ അവധി സമയത്ത് വലിയ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് അയാൾ നാട്ടിലെത്തിയിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ അയാൾ എന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ അയാൾക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ഹീലിംഗ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് രാവിലെ ഞാൻ അയാളൊരു മെസ്സേജ് പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിളിച്ചു, റെസ്പോണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം എന്നെ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് പല കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ടെങ്കിൽ ഉറക്കിൻ്റെ കാര്യത്തെപ്പറ്റി മാത്രം എന്നോട് പറയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി നന്നായിട്ട് എക്സസൈസ് ചെയ്തു, അതുകൊണ്ട് ആ ക്ഷീണത്തിൽ എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പോൾ ഹീലിംഗ് കൊണ്ടാണ് ഉറങ്ങിയത് എന്നൊന്നും അയാൾ പറയുന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ചു, നിങ്ങൾ മഞ്ഞാന്നും ഇതുപോലെ തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളത് പറയുന്ന സമയത്ത്. അപ്പോൾ അയാൾ പറഞ്ഞു, യെസ്, ഞാൻ നന്നായിട്ട് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തു, പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാഞ്ഞത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൺ കേസ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഒരു അമ്മ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അമ്മ കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്. മകൻ, ഒരു 24 വയസ്സുള്ള മകനാണ്, അവനൊന്നും ചെയ്യുന്നില്ല, ഡിപ്രഷനിലാണ് എന്നുള്ളതാണ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. വീട്ടിൻ്റെ പുറത്ത് പോകുന്നില്ല, എല്ലാത്തിനെ പറ്റി കംപ്ലയിൻറ്റ് പറയുന്നു, ചീത്ത പറയുന്നു, അമ്മയെയും അച്ഛനെയും എല്ലാം ചീത്ത പറയും. അപ്പോൾ പൊതുവേ ഒരു പരിപാടിക്കോ ഒരു കൗൺസിലിങ്ങിനോ തെറാപ്പിക്കോ സപ്പോർട്ടോ ഒന്നും, കാരണം അവൻ പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ, അവർ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു ഹീലിംഗ് കൊടുക്കാം. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ അയച്ചു തന്നു. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, കാരണം ആരെയാണോ ഹീലിംഗ് ചെയ്യുന്നത് അയാളെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഈ കേസിൽ ഇതൊക്കെ ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ചില നിയമങ്ങൾ വയലേറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ഹീലിംഗ് ചെയ്തു. ഞാനിന്ന് അവരൊരു കോൾ പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ എടുത്തു, എന്നോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. തീരെ മാറ്റമല്ല എന്നോ പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ ആ രീതിയിലുള്ള ബഹുമാനം ഒന്നും എന്നോട് കാണിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഈ വൈകുന്നേരം അവരെന്നെ വിളിച്ചു. എൻ്റെ മിസ് കോളല്ല, നേരത്തെ വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, കുട്ടിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, മാറ്റമൊന്നുമില്ല, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവനവിടെ ഉണ്ടോ? ഇല്ല, അവനിപ്പോൾ ഇവിടെ ഇല്ല, അവനൊരു കല്യാണത്തിന് പോയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി പിന്നെ പുറത്തൊക്കെ പോകാറുണ്ടോ? ഇല്ല, സാധാരണ വീട്ടിൽ വീട്ടിൽ തന്നെ ഇരിക്കാറാണ്, ചടച്ചിരിക്കാറാണ് പതിവ്. ഇന്ന് പുറത്ത് പോയി, ഇന്ന് കല്യാണത്തിന് പോയി. അതൊരു മാറ്റമല്ലേ? അങ്ങനെ പുറത്ത് പോകാറില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതൊരു മാറ്റമാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് മാറ്റം എന്ന് പറയുന്നത്, അല്ലാതെ ഇത് മാറ്റാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?